ഹരീഷ് പേരുടെ നാളെ അച്ഛൻ വലിയ സന്തോഷത്തിലായിരിക്കണം. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അയാൾ UK-യിൽ സെറ്റിൽഡാണ്. അയാൾ സിനിമയുമായൊക്കെ സഹകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകനും നാടകമൊക്കെ ആയി മുന്നോട്ട് പോകുന്നു. അയാളും സിനിമയായിട്ട് സഹകരിക്കുന്നു. സ്വസ്ഥമായ കുടുംബജീവിതം. പക്ഷേ എന്നാൽ ഹരീഷ് പേരുടെ തന്നെ അതേ പ്രായമുള്ള മറ്റൊരു അച്ഛൻ്റെ വേദന, ഒരുപക്ഷെ മകൻ ഇന്ന് രാസലഹരിക്ക് മുഴുവനുമായും അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ അമ്മയെയും അച്ഛനെയും സഹോദരനെയും ഒക്കെ കൊലവിളി നടത്തുന്ന രാത്രികളും പകലുകളും ഒക്കെ ആയിരിക്കും അച്ഛൻ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ വിധത്തിലുള്ളൊരു സത്യവും യാഥാർത്ഥ്യവും കൂടിയില്ലേ? അതിനെപ്പറ്റി ഹരീഷ് പേരടി ആലോചിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അത് വലിയ നമ്മളിപ്പോൾ കേൾക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്നുണ്ടായതല്ലല്ലോ, കുറച്ചായിട്ട് നമ്മൾ ഇതില്ല. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ലഹരിയുടെ അതിഭീകരമായ ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് പത്രക്കാർ മാത്രമല്ല, നിയമ സംവിധാനങ്ങളും പറയുന്നുണ്ട് അല്ലേ? പോലീസും കോടതിയും ഒക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ. മയക്കുമരുന്ന്, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മയക്കുമരുന്നുകൾ അതിഭീകരമായി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ അതിന് അടിമപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് അതിഭീകരമായ നിയന്ത്രണം ആവശ്യമാണ്. ആ നിയന്ത്രണം ആരാണ് ചെയ്യേണ്ടത്? അത് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്.